ചെറിയ പ്രായത്തിൽ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകരുടെ ആ ബുദ്ധി വൈഭവത്തെ പ്രവാചകർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്ത അനേകം സംഭവങ്ങൾ കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു ആയിഷ ഹൗലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് ചോദിച്ചിട്ട് വരാ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വളരെ ചെറിയ പ്രായമാണ്. അന്ന് വിവാഹിതയാകണമെങ്കിൽ 18 വയസ്സാകണമെന്ന നിയമമില്ല, 17 വയസ്സാകണമെന്ന നിയമമില്ല. അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിലാണ്, വളരെ ചെറിയ പ്രായത്തിലാണ് ആയിഷ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂൽ വിവാഹം കഴിക്കുന്നത്. വിവാഹം കഴിച്ചു പുതുമണവാട്ടിയായി വീട്ടിൽ നിന്ന് പ്രവാചകരുടെ അടുത്തേക്ക് ഇറങ്ങി വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കയ്യിൽ കളിപ്പാട്ടം എടുത്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. പ്രവാചകന്റെ സഹധർമ്മിണിയായി കടന്നു പോകുമ്പോ ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹധർമ്മിണിയായി കടന്നു ചെല്ലുമ്പോ കയ്യിൽ കളിപ്പാട്ടം എടുത്തിരുന്നു എന്ന ചരിത്രം രേഖപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇതര മതങ്ങളിൽപ്പെട്ട ഹൈന്ദവരായ ക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് തോന്നിപ്പോകേണ്ട പ്രവാചകർ ഇത്ര വികാരജീവിയായിരുന്നു. ഒരു സുന്ദരിയായ കൊച്ചു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ മാത്രം ഒരു വികാരജീവിയായിരുന്നു പ്രവാചകരും. എന്റെ സഹോദരങ്ങൾക്ക് തോന്നിപ്പോകണ്ട. എന്റെ ഹൈന്ദവ ക്രൈസ്തവ സഹോദരങ്ങളോട് ഞാൻ ആമുഖമായി തന്നെ പറയട്ടെ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നിഷ്പക്ഷമായി പഠിക്കുക. നിങ്ങൾ പ്രവാചകരെ കുറിച്ച് വളരെ നിഷ്പക്ഷമായി പഠിക്കുക. ആ പഠനത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. അല്ലാതെ പള്ളിമിനാരത്തിലൂടെ ബാങ്ക് വിളിച്ചു കൊണ്ടുപോയ പാവപ്പെട്ട മുഹദ്ദീസ് സാഹിബിന് 10-30 പ്രാവശ്യം വെട്ടിയെരിഞ്ഞ് വലിച്ചെറിഞ്ഞിട്ട് നിങ്ങളാണ് വലിയ പവറെന്ന് കാണിക്കൽ ചെയ്യാനുള്ളത്. എന്നിട്ട് പോലും സംയമനം പാലിക്കുന്ന പാവപ്പെട്ട മുസൽമാന്റെ കരുത്ത് എന്തുമാത്രമുണ്ടെന്ന് എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവര് പഠിക്കുക. പക്ഷേ ഒരു കാര്യം പറയുകയാണ്, എന്ത് സംഭവിച്ചാലും ആവേശത്തോടുകൂടി രംഗത്തിറങ്ങുന്ന ചില മുസ്ലിം ചെറുപ്പക്കാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. എന്നാൽ അങ്ങനെ ഇറങ്ങുന്നവരെക്കാളും 1000 ഇരട്ടിയാണ് ഇറങ്ങാതെ ക്ഷമയോടെ ഇരിക്കുന്ന ചെറുപ്പക്കാരെന്ന് എന്റെ പ്രിയപ്പെട്ട കണ്ണൂർ ജില്ലയിലെ, കാസർഗോഡ് ജില്ലയിലെ, കേരളത്തിന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ മനസ്സിലാക്കണം കേട്ടോ. വെപ്രാളപ്പെട്ട ആവേശത്തിൽ ചാടിയിറങ്ങുന്നത് 10-20 കുട്ടികൾ മാത്രമായിരിക്കും. ക്ഷമയോടുകൂടി മാറിയിരിക്കുന്നത് അതിന്റെ 100 ഇരട്ടി 1000 ഇരട്ടി ചെറുപ്പക്കാരാണ്. എന്തുകൊണ്ടാണ് അവർ മാറിയിരിക്കുന്നത്? അവരിറങ്ങണമെങ്കിൽ ഹൈദരലി തങ്ങൾ പറയണം, അവരിറങ്ങണമെങ്കിൽ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയണം, അവരിറങ്ങണമെങ്കിൽ പൂവിനെ പോലും വേദനിപ്പിക്കാത്ത ആലിക്കുട്ടി ഉസ്താദ് പറയണം. ഇനി നമുക്ക് ക്ഷമിക്കാൻ ഇസ്ലാം പറയണില്ല മക്കളെ, രംഗത്തിറങ്ങാൻ പറഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ, പിന്നെ ഈ കേരളം സമാധാനം എന്തെന്നറിയാൻ ഒരുപാട് പാടുപെടുന്നു. അവരങ്ങനെ പറയില്ല, പക്ഷെ എങ്കിലും ഒരു പക്ഷേ പറയേണ്ടി വന്നാൽ പിന്നെ ഒരു വലിയ വിപ്ലവം തന്നെ നമ്മുടെ നാട്ടിൽ സംഭവിക്കും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാത്തിരക്ഷിക്കട്ടെ. അവരെത്രയോ സഹനത്തോടെയാണ് നമ്മോട് ഉപദേശിക്കുന്നത്, എത്രയോ ക്ഷമയോടുകൂടിയാണ് സയ്യിദന്മാരും. നമ്മുടെ അത്തിപ്പറ്റ ഉസ്താദൊക്കെ മക്കളെ നിങ്ങൾ തിരിച്ചു ചെയ്യാൻ പറഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുക? അള്ളാഹുവെ, ആലോചിക്കാൻ പോലും എന്നെ കൊണ്ട് കഴിയണില്ല. അതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ പഠിക്കുക സഹോദരങ്ങളെ, ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കുക. ഞങ്ങൾ ഇപ്പോഴും പറയണതാ, മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിക്ക്. 11 വിവാഹം ഞങ്ങളുടെ ഹബീബ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ചരിത്രം നിവർന്നു നിന്ന് വായിച്ചാൽ നിങ്ങൾ പൊട്ടിക്കരഞ്ഞു പോകും. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ആയിഷ റളിയല്ലാഹു തആല അൻഹ മാത്രമായിരുന്നു കന്യകയായിരുന്നത്. അല്ലാഹുവിന്റെ റസൂല് ഒരു സ്ത്രീലംബടനായിരുന്നെങ്കിൽ 25ാമത്തെ രക്തത്തിളപ്പിന്റെ പ്രായത്തില് എന്റെ സഹോദരങ്ങളെ, തന്നെക്കാൾ ഇരട്ടി പ്രായമുള്ള വിധവയായ ഭർത്താവ് മരണപ്പെട്ടു പോലെ വിധവയായ ഖദീജ ബീവിയെ കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷേ അന്ന് അല്ലാഹുവിന്റെ റസൂൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ് വിവാഹം കഴിച്ചത്. പിന്നെയോ ഖദീജ ബീവി ആ പ്രായത്തിൽ പ്രവാചകനോടൊത്ത് ജീവിച്ച് അവസാനം ഖദീജ ബീവി റളിയല്ലാഹു അൻഹ വിട പറഞ്ഞതിന് ശേഷമാണ് രണ്ടാമതൊരു വിവാഹത്തെക്കുറിച്ച് ഞങ്ങളുടെ കരളിന്റെ കഷണമായ സ്നേഹനായകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചിന്തിച്ചറിഞ്ഞ് മനസ്സിലാക്കുക.
എന്നിട്ടോ ഓരോ വിവാഹത്തിലും പ്രത്യേകമായ ഓരോ ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. മഹദിയായ ജുവൈരിയ ബീവി റളിയല്ലാഹു അൻഹയെ പ്രവാചകര് വിവാഹം കഴിക്കുമ്പോ 700ഓളം അടിമകളാണ് ഇസ്ലാമിൽ മോചിപ്പിക്കപ്പെട്ടത്. 700ഓളം അടിമകളെയാണ് മോചിപ്പിക്കപ്പെട്ടത്. ആ ഒരൊറ്റ വിവാഹത്തെ ആ ഒരു മോചനത്തിന് വേണ്ടിയാണ് ജുവൈരിയ ബീവി വിവാഹം കഴിച്ചതെങ്കിൽ ഞങ്ങളുടെ മുത്ത റസൂലിനെ പഠിക്കാതെ കരിവാരിത്തേക്കാണ് രംഗത്ത് വരല്ലേ. ഇനി ഒരുപക്ഷേ നിങ്ങൾ എങ്ങനെ രംഗത്ത് വന്നാൽ, ആരെന്ന് പറഞ്ഞാൽ, ആര് പ്രവാചകനെതിരെ രംഗത്ത് വന്നാൽ, ആര് പ്രവാചകന്റെ ആശയാദർശങ്ങൾക്കെതിരെ ചെറിവാരി എറിഞ്ഞാൽ, ആ മുത്തിന്റെ പ്രഭയും പ്രകാശവും ഈ ലോകം നിലനിൽക്കുന്നിടത്തോളം കാലം അത് നിലനിൽക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട പ്രിയപ്പെട്ടവരെ. പിന്നെ നമ്മുടെ മുമ്പിലിരിക്കുന്ന ചെറുപ്പക്കാരുണ്ടല്ലോ, ഷാറുബാക്കവിയുടെയും കാഞ്ഞാറുബാക്കവിയുടെയും എല്ലാം ശബ്ദമടങ്ങ് തീരുന്നത് വരെ ഞങ്ങൾ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ഈ ഉമ്മത്തിന്റെ പ്രിയപ്പെട്ട മക്കളെ സമസ്തയുടെ അണ്ടർഗ്രൗണ്ടിനകത്ത് നിർത്തിയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രബുദ്ധരായ പടയാളികളായി അവരെ മുൻനിരയിൽ നിർത്താൻ മരിക്കുന്നത് വരെ പോരാടാൻ ഇറങ്ങിയവരാ നമ്മൾ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുക, നിങ്ങൾ പ്രവാചകരെ കുറിച്ച് പഠിക്കുക, ആ പ്രവാചക അധ്യാപനങ്ങളെ കുറിച്ച് നിങ്ങൾ വിലയിരുത്തുക. പ്രവാചകന്റെ ഭാര്യമാരുമൊത്തുള്ള ജീവിതത്തിന്റെ ആ ഒരു മയത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ച്, ലാളനയെക്കുറിച്ച്, വാത്സല്യത്തെക്കുറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിക്കുക.